ഹലോ ഹായ്. നമുക്കൊരു സാധനം ഒരു വഴിയിലോട്ട് പോയപ്പോൾ കിട്ടിയതാ. ഇത് എങ്ങനെയാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് അറിഞ്ഞ ഇതിൽ ഞാൻ ചെയ്തു. അടുപ്പിനകത്തോട്ടിട്ടങ്ങ് ഒന്ന് ചുട്ടു. പിന്നെ ഇതിനെ ഒന്ന് പൊളിച്ചു നോക്കാം. പനങ്കന്ന് சொல்லவே ബോംബ് മാതിരി കൊണ്ടുവച്ചിട്ട് ഒരു സാധനം കിടച്ചുന്ന. ഇതിന്റെ പേര് പനമ്പഴം എന്നാ പറയുന്നത്. പക്ഷെ ഇതെനിക്ക് വിളയിൽ നിന്ന് കിട്ടിയതാ. ഇന്ന് ഞാൻ ഇതിനെ അടുപ്പിനകത്തോട്ട് എടുത്തിട്ട് ചുട്ടു. ഇതിനെ ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ എന്തോ ഒരു വില സംഭവം എന്താണെന്ന് അറിയില്ല. അതിനെ ഒന്ന് ചള്ളോ പിള്ളോ എന്നൊന്ന് ഒരു പുച്ച് വലിക്കങ്ങോട്ട് എടുത്ത് എനിക്ക് എന്ത് ചെയ്യണം. யாருக்கு மேல கோவம் இருந்தாலும் அதை எப்படி பிச்சு காட்டணும். പണ്ടെങ്ങാണ്ട് കഴിച്ചതാ. പക്ഷെ ഇന്ന് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ അതും കഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഇത് എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ പൊള്ളിപ്പോയി കൈ. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ. ഇച്ചിരി ഞാനുണ്ട് കയപ്പാ, ഒരേ കയപ്പ്, പക്ഷെ മധുരമുണ്ട്. ஆனா இத என்கிட்ட எப்படி சொன்னா அப்படின்னா, இதை மட்டும் நம்ம அடுப்புல போட்டு சுட்டெடுத்தோம்னா அப்படியே தேன் வாயில ஊத்த மாதிரி இருக்கும். ഇല്ല ഇത് ஆனா கசப்பா இருக்கும். കയപ്പുണ്ട്, മധുരമുണ്ട്. പക്ഷെ മരുന്നിന്റെ ഒരു സാധനമാണ് ഇത് കഴിച്ചാൽ. எந்த மருந்து? അത് എന്തെന്ന് പറഞ്ഞാല് யூனிவர்சல் அம்மா ப்ராப்ளம் இதுதான். எதை பார்த்தாலும் இது மருந்து, இது மருத்துவ குணம் கொண்டது அப்படின்னு சொல்லுவாங்க. ஆனா எதுக்குன்னு கேட்ட தெரியாது. സത്യമായിട്ട് ഇത് മരുന്നിനുള്ള സാധനമാണ്. ഇത് വന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ, എന്താ പറയാ, എന്തെങ്കിലും പറ. നമുക്ക് വേദി ലൂസായിട്ട് പോകാൻ കൊള്ളാം. ടൈറ്റ് ആയിട്ടുള്ളവർക്ക് ലൂസായിട്ട് പോകാൻ കൊള്ളാം. நல்லா இருக்கு, பார்க்க நல்லா இருக்கு. ചവച്ച് കഴിച്ചപ്പോഴേക്ക് നന്നായിരിക്കുന്നു. നീ மட்டுം തിന്നിട്ടേ ഇരിക്ക, എനിക്ക് താ, ഞാൻ സാപ്പിട്ട് പാക്കാം. അയ്യോ എന്റെ പൊന്നു മോളെ, ഇത് വലിച്ചപ്പോ വരുന്നില്ലല്ലോ. നീ ഒന്ന് കഴിച്ചു വെച്ചിട്ട് ആ നാരൊക്കെ എടുത്തൊന്ന് പുറത്ത് കളയണം. ரைட்டா இந்த சக்கப்பழம் பலாப்பழம் டேஸ்ட் இருக்கு, டேஸ்ட் உண்டு. ஆனா கசப்பா இருக்கு. பலாப்பழம் மாதிரி இருக்கு, மஞ்சள் கலர்லயே அப்படிதான் இருக்கு. വായില് പോടുമ്പോൾ அந்த സ്മെല്ലും അത് அப்படிதான் இருக்கு. ஆனா നല്ല മണമുണ്ട്, கொஞ்சம் കസപ്പാ இருக்கு. പക്ഷെ ഇത് പെട്ടെന്ന് കിട്ടി വരില്ല. ഈ മരം നിൽക്കുന്ന ഇടത്ത് ഒത്തിരി തൊഴിഞ്ഞു കിടക്കും. ഞാൻ ഒത്തിരി നാളായിട്ട് നോക്കി പോകും. ഇന്നാ എന്റെ കയ്യിൽ എടുക്കാൻ തോന്നിയത്. ஏன்னா இன்னைக்குதான் கீழே கிடந்து யாரும் ഫ്രഷായിട്ട് കിടന്നു. ചില ദിവസം അതങ്ങ് എന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ട് കിടക്കും, പറയാൻ പറ്റില്ല. പാമ്പോ വല്ലതും ഒക്കെ ഇതായിട്ടിട്ടിരിക്കും, നക്കിയിട്ടിരിക്കും. ഇത് വന്നിട്ട് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. ഇന്ന് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. മുടിയാ இருக்கு. இது எப்படிதான் பிச்சை எடுத்து சாப்பிடுவாங்கன்னு தெரியல. சரி, ஓகே. கிட்டேடங்கில் ഒന്ന് കഴിച്ചു നോക്കണം. இந்த மாதிரி கிடைச்சா இது வேற என்ன பண்ணி சாப்பிட்டா நல்லா இருக்கும்னு தெரியல. ஆனா சுட்டு சாப்பிட்டா நல்லா இருக்கும்னு எனக்கு கொடுத்தாங்க. ஆனா நல்லா தான் இருக்கு. கொஞ்சம் கசப்பா இருக்கு, லைட்டா. நல்லா தான் இருக்கு, பார்க்கவும் நல்லா தான் இருக்கு. வேற ஏதாவது ரெசிபிஸ் யூடியூப்ல தெரிஞ்சா பார்த்து பண்ணி சாப்பிடுங்க. நான் வேற ஒன்று பார்த்து வச்சேன், அதை பண்றதுக்குள்ள இவங்க எடுத்து அடுப்புல போட்டுட்டாங்க. பாய், நன்றி, வணக்கம், பாய்.